ഈ ഫോൺ കണ്ടോ, ഇതിൻ്റെ ഈ വെള്ള കളറ് തനിയെ മാറി നീല കളറാവും. ഇത് റിയൽമിയുടെ 2025 ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്, റിയൽമി 14 Pro Plus. കോമഡിയാണ് അല്ലേ? എന്തിനാണ് ഇങ്ങനൊരു ഫീച്ചർ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഫോണിൽ കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തു. സംഭവം 16 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വൈറ്റ് കളർ മാറി ഒരു ബ്ലൂ കളറാവും. അത് ഈ ഒരു കളറിന് മാത്രമേ ഉള്ളൂ, കാരണം വേറെ 2-3 കളറുണ്ട്, അതിനകത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കളർ വരുന്ന ഫോണിന് മാത്രമേ ഈ കളർ ചേഞ്ചിങ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും കൊള്ളാം, വെറുതെ ഒരു ജിമ്മിക്സ് സംഭവം. നമുക്കത് അങ്ങനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലയെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഡിസൈൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം തിന്നായിട്ടുള്ളൊരു ഫോണാണ്. 7.5 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. വെയിറ്റ് അത്യാവശ്യം ഒരു 193-196 അങ്ങനെ അങ്ങാണ്ട് വെയിറ്റ് വരുന്നത്. ഡിസൈനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ലീക്ക് ഡിസൈനാണ്. ക്യാമറ ബമ്പ് ചെറിയതായിട്ട് മാക്സിമം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിനും ഒരു റിംഗ് ഒക്കെ കൊടുത്ത് ഒരുപാട് പൊങ്ങിയിരിക്കാത്ത രീതിയിൽ അവർ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് മൊത്തം പ്ലെയിൻ ആണ്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട്, മുകളിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും മൈക്രോഫോണും ഒക്കെ വരുന്നുണ്ട്. താഴെ വരുമ്പോഴത്തേക്ക് സിം ട്രേ വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഈ സിം സപ്പോർട്ട് ചെയ്യുന്നില്ല, 2 നാനോ സിം ആണ് വരുന്നത്. കാർഡ് സ്ലോട്ടും വരുന്നില്ല. അടുത്ത നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡിലും ഏകദേശം ചെറിയൊരു കർവ് വരുന്നുണ്ട്. ബെസലൊക്കെ അത്യാവശ്യം തിന്നായിട്ടുള്ള ബെസലാണ് കേട്ടോ, വളരെ വളരെ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന സ്ക്രീൻ. കുഴപ്പമില്ലാത്ത സ്ക്രീൻ തന്നെയാണ്. 120 ഹെഡ്സിൻ്റെ 1500 പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന 6.8 ഇഞ്ച് സ്ക്രീനാണ് റിയൽമി 14 Pro Plusനകത്ത് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഓൾമോസ്റ്റ് ഈ സ്ക്രീനിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു മിഡ് റേഞ്ച് ഫോണുകളിലെല്ലാം ഒരു സാച്ചുറേഷനിൽ എത്തി. അതിനകത്ത് വലിയ സംഭവങ്ങൾ എല്ലാ ഫോണിൻ്റെയൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് വലിയൊരു സംഭവമായിട്ട് പറയാനായിട്ടില്ല, എല്ലാവരും സാച്ചുറേഷനിൽ എത്തിയുണ്ട്. ഇനി അടുത്ത ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ് ചിപ്സെറ്റ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായ ഷവോമിയുടെ റെഡ്മി നോട്ട് 14 സീരീസിനകത്തൊക്കെ വരുന്ന ചിപ്സെറ്റ് തന്നെയാണ്. ചെറിയ എന്തോ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മേ ബി എന്തെങ്കിലും ബഗ്ഗായിരിക്കും, റിസോൾവ് ചെയ്യാവുന്ന കാര്യമേ കാണുള്ളൂ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബ്ലോട്ട്വേഴ്സ് വരുന്നുണ്ട് ഈ ഫോണിനകത്ത്, ഇഷ്ടം പോലെ ബ്ലോട്ട്വേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് 128 GB ആണ് ബേസ് സ്റ്റോറേജ് വരുന്നത്. ആക്ച്വലി അത് മാറ്റേണ്ട സമയം ഒരുപാട് ഫോണുകൾ ഇപ്പോൾ അത് മാറ്റി ബേസ് സ്റ്റോറേജ് 256 ആക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു 30K റേഞ്ചിൽ വരാൻ സാധ്യതയുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ അത്രയും വരുന്ന ഫോണിൽ ബേസിക് 256 ആക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. 20 റേഞ്ചിൽ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പറയാം 128 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു 30,000 റേഞ്ച് വരുന്ന ഫോണിനകത്തൊക്കെ ശരിക്കും 256 സ്റ്റോറേജ് ബേസിക് ആക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. ഇനി അടുത്ത പറയാനുള്ള സംഭവമാണ് ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് റിയൽമി ഈ ഫോണിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു ട്രിപ്പിൾ ഫ്ലാഷ് സെറ്റപ്പ്. 3 ഫ്ലാഷ് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണായിട്ടാണ് ഈ ഫോണിനെ റിയൽമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി അതും ഒരു ജിമ്മിക് ഫീച്ചർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉപയോഗം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ഫോണിനകത്ത് ഫ്ലാഷ് ഓൺ ആക്കി ഫോട്ടോസ് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആരൊക്കെ അങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഫ്ലാഷ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഞാനൊന്നും അങ്ങനെ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോണിൽ ഫോട്ടോസ് എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, ഫ്ലാഷ് ഇങ്ങനെ ഡയറക്റ്റ്ലി ഒരാളുടെ ഫേസിലോട്ടൊക്കെ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും ആ ഫോട്ടോയ്ക്ക് എല്ലാം വരുന്നത്. ബൈ ഡിഫോൾട്ടാണ് നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ നോക്കിയാൽ മതി, ഈ ഫ്ലാഷ് ശരിക്കും നമ്മുടെ ഫോണിനകത്ത് ഓഫായി തന്നെ ആയിരിക്കും കിടക്കുന്നത്. നമ്മളത് ഓണാക്കി എടുക്കുന്നത് വളരെ റെയർ സിറ്റുവേഷനിൽ മറ്റൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ടോർച്ചിന് പകരമൊക്കെ ആയിരിക്കും ടോർച്ചായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്. സോ അതൊരു ജിമ്മിക് അല്ലെങ്കിൽ ചുമ്മാ പറയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാത്രമേ പറയാനുള്ളൂ. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 3 മോഡലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു പെരിസ്കോപ്പിക് ക്യാമറ, 8 മെഗാ പിക്സൽ വരുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറ. അതിനകത്ത് ഈ വൈഡ് ആംഗിൾ ക്യാമറ ഭയങ്കര ശോകമാണ്. മാത്രമല്ല നമ്മൾ ഈ ലെൻസ് മാറി ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് പലയിടത്തും കളർ ഷിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ആ വൈഡ് ആംഗിൾ ക്യാമറ യൂസ് ചെയ്തിട്ട് അതിന് തീരെയും ക്വാളിറ്റി ഇല്ലാത്തൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. മെയിൻ ക്യാമറയും പെരിസ്കോപ്പിക് ക്യാമറയും ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാലും കളർ ഷിഫ്റ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് ലെൻസുകൾ മാറി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്ക് 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് 4K 30 FPS വരെയാണ് ഷൂട്ട് ചെയ്യാനും പറ്റുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഫോൺ ഹാങ് ആവുന്നതും ഞാൻ ശ്രദ്ധിച്ചു. കാര്യം നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് ഷട്ടർ ബട്ടൺ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ക്യാമറ ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അത് ഞാൻ പലതവണ ഫോൺ ഓഫാക്കി ഓണാക്കി പലതവണ ക്യാമറ ഓപ്പൺ ചെയ്ത് ഓൺ ചെയ്തൊക്കെ നോക്കിയിട്ട് പോലും ആ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ലെൻസുകൾ മാറുമ്പോഴത്തേക്കും നല്ലൊരു ലെൻസ് മാറുന്ന സമയത്ത് നല്ല ലാഗ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൊക്കെ അതൊരു ഫിക്സ് ചെയ്യുമായിരിക്കും. എന്തായാലും അതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഞാൻ
നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് റിയൽമി 14 Pro Plusനകത്ത് പറയാനുള്ളത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ബാറ്ററി വരുമ്പോഴത്തേക്ക് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വയർലെസ്സും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ആസ് എ ഹോൾ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് പറയാൻ ഈ ഫോണിനകത്ത് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ആക്ച്വലി ചറപറ ആ ഫോണുകൾ ഇറക്കുന്നതിന് പകരം ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ആക്ച്വലി ഫോണുകൾ ഇറക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. ചുമ്മാ ഫോണുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രാൻഡ്സ് ഫോൺ ഇറക്കുന്നതിനകത്ത് ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഫോണിനെ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.